കുഞ്ഞിച്ചോ മിനസാൻ നാനോമിഷന്റെ സീസൺ 2 എപ്പിസോഡ് 33ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാനോമിഷന്റെ 5 കിഡിലെ ചാപ്റ്റേഴ്സ് ആണ്. ഒരു കിഡിലെ ഫൈറ്റ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും ഹൈപ്പ് ചെയ്തിട്ടുണ്ടെന്നും എന്തായാലും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കണ്ട. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് 2 പേർക്ക് ഷൗട്ട് ഔട്ട് കൊടുക്കാറുണ്ട്. ഒന്ന് നമ്മുടെ ആനിമി ഷാഡോ ആണ്. പുള്ളിക്കാരൻ 40 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. മറ്റൊരാളെന്ന് പറഞ്ഞത് ഇസൂക്കു ആണ്. പുള്ളിക്കാരൻ നമുക്ക് 7 ദറംസ് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. സോ 2 പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ആ ഒരു ഡ്രാഗൺ സ്റ്റാർട്ടിൽ അവനൊരു അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. പക്ഷെ പെട്ടെന്ന് ഇവൻ തന്റെ ടെലിക്കിനിസിസ് യൂസ് ചെയ്ത് അവന്റെ വാങ്ങിട്ട് അടപ്പിച്ചിട്ട് നേരെ അവിടേക്ക് ചാടി അതിനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് അതിന്റെ ഹെഡ് വരെ എത്തുകയും ചെയ്യും. ഈ സമയത്ത് ബാക്കിയുള്ളവർ പറയുകയും ചെയ്യും, യെസ് അതാ ഡീമിലോട് അതിനെ കൊല്ലാൻ പോകുന്നു. ഈ സമയത്ത് തന്നെ ഇയോന്റെ അറ്റാക്ക് അതിന്റെ ശരീരത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരുന്നു അതൊരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ട് വന്നത്. ഇയോനാട്ടെ അതങ്ങോട്ട് ഡോട്ട് ചെയ്ത് മാറി. എന്നിട്ട് പറയും ചെയ്യും, ആ ഒരു മോൺസ്റ്റർ മനപ്പുറം അങ്ങനെ കാണിച്ചതാണ് എന്നെ ബെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചാലും ബുദ്ധിയുള്ളൊരു ജീവിയാണ്. അടുത്ത സെക്കൻഡ് ഒരു അറ്റാക്ക് ചെയ്തിട്ട് പോയപ്പോൾ ഇവൻ പറയും ചെയ്യും, അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ഹെഡ് ടു ഹെഡ് ഒരു അറ്റാക്ക് ചെയ്തിട്ട് വന്ന് ഇയോൺ ചെയ്ത അറ്റാക്കിനെ ആ ഒരു ഡ്രാഗൺ സ്റ്റാറിൽ അങ്ങോട്ട് കൗണ്ടർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ സ്ട്രെങ്ത് അവൻ വിചാരിച്ചതിന് കുറച്ചുകൂടെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ നേരെ കൊണ്ട് നിലത്ത് ഇടിച്ച് കുത്തുന്നുണ്ട്. അതിനുശേഷം അത് വീണ്ടും നേരെ മുകളിലേക്ക് ഉയർന്നു. എന്നിട്ട് അവന്റെ എനർജി വീണ്ടും ഗ്യാദർ ചെയ്തിട്ട് ഇയോൺ കിടന്ന ആ സ്ഥലത്തിലേക്ക് മാസീവ് വളരെ അറ്റാക്ക് ചെയ്യും. ഇയോൺ ഇത് കണ്ട് ഒന്ന് ഞെട്ടുകയും ചെയ്തു. പിന്നെ കാണുന്നത് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെയാണ്. ആ സ്ഥലത്ത്, അതായത് ആ ഒരു അറ്റാക്ക് വീണ സ്ഥലത്ത് ഒരു പൊടി പോലും ഇല്ലായിരുന്നു. അത്രത്തോളം പവർഫുൾ ആയ ഒരു അറ്റാക്ക് തന്നെയായിരുന്നു. ആ ഒരു അറ്റാക്ക് ചെയ്തതിന്റെ അടുത്തുണ്ടായിരുന്ന ഡിമോണിക് കൾട്ടിന്റെ ആൾക്കാരുടെ ശരീരത്തിൽ വരെ ആ ഒരു തീ ആളി കത്തിയിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ മേല നമ്മൾ അദ്ദേഹത്തിനെ. ഈ സമയത്ത് അവരെല്ലാവരും കൂടെ നോക്കി നിൽക്കുവാണ്. പെട്ടെന്നായിരുന്നു ആ സ്മോക്കിന്റെ അകത്ത് ഒരു എനർജി പുറത്തേക്ക് വന്നത്. ആ ഒരു എനർജി നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല, ശരിക്കും പവർഫുൾ ആയിരുന്നു. ഇയോന്റെ ശരീരത്തിന് ചുറ്റിനും വളരെ അബ്നോർമലായ രീതിയിൽ തന്നെ ആ ഒരു ഫയർ ബേസ്ഡ് അറ്റാക്ക് അങ്ങോട്ട് വന്നു. അവൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒത്തിരിയധികം സന്തോഷമായി. നോക്കിക്കേ, അതാ ബ്ലാക്ക് ഫ്ലെയിംസ് ആണ്. പക്ഷെ അത് നേരത്തെക്കാട്ടും പവർഫുൾ ആണ്. ഈവൻ ഇയോന്റെ പോലും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പെട്ടെന്നാണ് നാനോ പറയുന്നത്, എനർജി 400% ആയി വർദ്ധിച്ചിരിക്കുന്നു. എങ്ങനെ? ഇലക്ട്രിസിറ്റിനെ ഫയർ യൂസ് ചെയ്ത് അത് കുറയ്ക്കുകയും ചെയ്തു. എന്നിട്ട് അത് യൂസറിന്റെ എനർജി ആയിട്ട് അബ്സോർവ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി. അത് കൊള്ളാം. അപ്പൊ പിന്നെ ഞാൻ ഈ ലൈറ്റ്നിങ്ങിനെ ഇനി പേടിക്കേണ്ട കാര്യമില്ലല്ലേ. പിന്നെ കാണിക്കുന്നത് ചില്ലായുള്ള അവിടെയുള്ള എയർ ആണ്. അതായത് നമ്മുടെ നോർത്തേൺ സീ പാലസ് ഫൈറ്റ് ചെയ്തിരുന്ന ആ ഒരു ഡ്രാഗന്റെ ചുറ്റിനും ആ ഒരു ചില്ലായുള്ള എയർ വരാനായിട്ട് തുടങ്ങി. അവരെല്ലാവരും തന്നെ ഒരുമിച്ച് ഒരു അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ പറയും ചെയ്യും, അറ്റാക്ക് ചെയ്യൂ. പെട്ടെന്നായിരുന്നു ഒരറ്റാക്ക് അതിന്റെ നേരെ അങ്ങോട്ട് വന്ന് വീണത്. പക്ഷെ ആ ഒരു അറ്റാക്ക് അതിന്റെ ശരീരത്തിൽ വീണപ്പോൾ അതിന് പണ്ടത്തെ ആ ഒരു ഓർമ്മയാണ് വന്നത്. അതായത് ഈ ഡ്രാഗൺ സ്റ്റാറിനെ ഇതിനു മുമ്പ് സീൽ ചെയ്തില്ലേ, ആ ഒരു ഓർമ്മ. അത് വന്ന അടുത്ത സെക്കൻഡ് ദേഷ്യം വന്നിട്ട് അതൊന്ന് അലറിയാൻ അവർ ചെയ്ത അറ്റാക്ക് കംപ്ലീറ്റ്ലി അത് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നുണ്ട്. നാശം കണ്ടിട്ട് അതിന് വീണ്ടും ദേഷ്യം വന്നാന്ന് തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഐസ് വൈറ്റ് സ്പേസ് എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഒരു അറ്റാക്ക് അവരുടെ നേരെ വന്നു. പക്ഷെ അവരുടെ ആ ഒരു ഐസ് വൈറ്റ് സ്പേസ് യൂസ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും പിടിച്ചു നിൽക്കി, കുറച്ചു നേരം കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അതിന്റെ സ്ട്രെങ്ത് കൂടിയേ ആ ഒരു വാള് കംപ്ലീറ്റ്ലി ബ്രേക്കായി അവരെല്ലാവരും കൂടെ തെറിച്ച് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഡിഫൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. നാശം, ഇനി ഇതിനെ ഡിഫീറ്റ് ചെയ്യാൻ ഒരു മാർഗവുമില്ലേ? നാശം, ഇതിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഒരു മാർഗവുമില്ലേ? ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ഇനി വെറും 600 പേര് മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ടും നമ്മളിനി ഇതിനെ കൊല്ലാനായിട്ട് ഒരു മാർഗവുമില്ലേ? ആ സമയത്ത് അവൻ പറയും ചെയ്യും, ഒരു തവണ പാലസ് മോസ്റ്റർ ഒരു വഴിയുണ്ട്. ജനറൽ സ്ട്രാറ്റജിസ്റ്റ് ജാഗിൽ, അതെ ഒരു വഴിയുണ്ട്, അത് ഞാൻ താങ്കളോട് പറയാനാണ്. ഡ്രാഗൺ സ്റ്റാർട്ടിലിന് ഒരു വീക്ക്നെസ് ഉണ്ട്. അത് കേൾക്കാൻ നേരത്ത് അവനൊന്ന് ഞെട്ടി. പിന്നെ കാണിക്കുന്നത് ഒരു തീ ഗോളമാണ്. ആക്രമിക്കൂ. ആ സമയത്ത് ആയിരക്കണക്കിന് ഫയർ ആരോസ് നമ്മുടെ മുറുമരൻസ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഡ്രാഗൺ സ്റ്റാറിന്റെ നേരെ ചെല്ലുകയും അതാട്ടെ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആങ്സിസ്റ്റേഴ്സ്, ശരിക്കും നന്ദിയുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു സ്ഥിതി വെച്ച് ഞങ്ങൾക്ക് ഇതിനെ ഉറപ്പായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പറ്റും. ആരും വിട്ടുകൊടുക്കില്ലേ, ആക്രമിക്കുന്നുണ്ട്.
വീണ്ടും വീണ്ടും ആ ഒരു ഫയർ ആരോസ് അവർ ചെയ്തുകൊണ്ടേയിരുന്നു. ദേഷ്യം എന്നതായിട്ട് ഉച്ചത്തിൽ കിടന്ന് അലറാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. പെട്രേച്ച് മോയോങ്, നമ്മുടെ ആരോസ് വർക്ക് ചെയ്യുന്നുണ്ട്, ശരിയാണ്, ഫൈനലി. പക്ഷെ നമ്മുടെ പകുതിയോളം ആൾക്കാർ പോയിരിക്കുന്നു. അത് മാത്രമല്ല, അധികം നേരം നമുക്ക് ഈ ആരോസ് കൊണ്ട് പിടിച്ചു നിർത്താനും എനിക്കറിയാം. അതുകൊണ്ട് ഇതിനൊരു അവസാനം കാണാനായിട്ട് പോകുവാണ്. പെട്രേച്ച് മോയോങ്, താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പെട്രേച്ച് ഹാങ്ബോ, ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് കുറച്ച് റാഷുള്ള കാര്യമാണ്. പക്ഷേ താങ്കൾക്ക് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അധികം നേരം നമുക്ക് ഈ ആരോസ് വെച്ച് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. അത് വീക്കറായി കാണും, പക്ഷെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യുന്നത് അത് ശരിക്കും റെക്ലെസ് ഉള്ള ഒരു മൂവാണ്. എന്നാൽ അവനതൊന്നും മൈൻഡ് ചെയ്ത് വീണ്ടും മുമ്പിലേക്ക് നടന്നു. എന്നാൽ പെട്ടെന്നാണ് അവൻ വന്നിട്ട് പറഞ്ഞത്, പക്ഷേ അത് കുറച്ചുകൂടെ വേഗത്തിൽ കാര്യം നടത്തുമല്ലോ. എന്നിട്ട് അവിടെ 2 സോഴ്സിലേക്കും ആ തീ അവിടെ പടർത്തും. പെട്രിയാച്ചി, ഈ സമയത്ത് തന്നെ അവർ പറയും ചെയ്യും, ഞങ്ങൾ ഇതിന്റെ കാര്യം തീരുമാനാക്കാനായിട്ട് പോകുകയാണ്, ഞങ്ങൾക്ക് ബാക്കപ്പ് ആയിട്ട് ആരോസ് ചെയ്തോളെന്ന് പറയാൻ നിർത്ത്. അതൊരു അറ്റാക്ക് ഇവരുടെ നേരെ അങ്ങോട്ട് ചെയ്തു. പക്ഷേ ഇവരായിട്ട് ആ ഒരു സോഡ് യൂസ് ചെയ്ത് അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. നിർത്തല്ലേ, വീണ്ടും ആക്രമിക്കുന്നു പറയാൻ നേരത്ത് ആ ഒരു ഫയർ ആരോസ് വീണ്ടും അതിന്റെ ശരീരത്തിലേക്ക് അവർ അയച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു ഡ്രാഗൺ ഷട്ടിലിന് ശരിക്കും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകും. അത് നേരെ മുഖം നേരത്തേക്ക് കുത്തി അത് അണ്ടർഗ്രൗണ്ടിലേക്ക് വീണ്ടും പോകാനായിട്ട് തുടങ്ങി. നാശം, അത് രക്ഷപ്പെടാൻ പോകുവാണോ? പക്ഷേ അത് അടിയിലേക്ക് ചെന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്തു. ഈ നാശം അത് താഴത്തോടെ അറ്റാക്ക് ചെയ്തിട്ട് പോകുവാണ്. പെട്ടെന്നായിരുന്നു അവന്റെ കാലം നടന്ന ആ ഒരു സോഡ് തെറിച്ച് പോയത്. ഇതെനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോ പെട്ടെന്ന് നമ്മുടെ ഐസ് പാലസിലെ കുറച്ച് പേര് അവിടേക്ക് വന്ന് ഐസ് വൈറ്റ് സ്പേസ് യൂസ് ചെയ്ത് അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. ആ സമയത്ത് അവന്മാര് പറയും ചെയ്യും, ഞങ്ങൾ തൽക്കാലം ഇതിനെ നോക്കിക്കോളാം, താങ്കൾ എന്തായാലും അറ്റാക്ക് ചെയ്തോ. ഈ സമയത്ത് ആ സോഡ്സ് എടുത്തോണ്ട് അവർ വീണ്ടും അതിന്റെ നേരെ പാഞ്ഞങ്ങോട്ട് ചെന്നു. ഇതേ സമയം ആ ഒരു ഡ്രാഗൺ ഷട്ടിൽ നേരെ മുകളിലേക്ക് ഉയർന്നു. പക്ഷെ അവരും ഒട്ടും പിന്മാറാനും തയ്യാറല്ലായിരുന്നു. അവരുടെ കയ്യിലെ സോഡിലേക്ക് ആ ഒരു സോഡ് ഓറയും പിന്നെ ആ ഒരു ഫയറും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരറ്റക്ക് ചെയ്തിട്ട് പോയി. എന്നാൽ പെട്ടെന്ന് ഡ്രാഗൺ ഷട്ടിൽ ഒരു കൗണ്ടർ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ശരീരം പതുക്കെ ഉരുകി പോകുന്നുണ്ടെങ്കിലും അവർ നിർത്താനൊട്ടും പ്ലാൻ ചെയ്തില്ലായിരുന്നു. ആ ഒരു അറ്റാക്കിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അവർ നേരെ വീണ്ടും മുന്നിലേക്ക് ചെന്നു. അവരുടെ ശരീരഭാഗങ്ങൾ പൊള്ളലേക്കാൻ തുടങ്ങി. പിടിച്ചെന്നിക്ക് തോറ്റു കൊടുക്കരുത് പെട്രിയാച്ച്. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ളവർക്ക് ആർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ലിറ്ററലി ഒരു ഡ്രാഗൺ സ്റ്റാർട്ടിലാണ് ഹെഡ് ടു ഹെഡ് ആയിട്ട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത സെക്കൻഡ് അവർ രണ്ടുപേരും ഒരുമിച്ച് അലറിക്കൊണ്ട് ചോക്കട നോയെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ തല അങ്ങോട്ട് അറുത്ത് രണ്ടാക്കി കളയുന്നുണ്ട്. പിന്നെ കാണുന്നത് അതിന്റെ തല അങ്ങോട്ട് അറ്റ് പോകുന്നതാണ്. ആ തലയും അവരിൽ തന്നെ നിലത്തേക്ക് വന്ന് വീണു. യെസ് യെസ്, നമ്മളതിനെ കൊന്നെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ആർത്ത് ഉല്ലസിക്കാനായിട്ട് തുടങ്ങി. പെട്രേച്ച്, നമ്മളത് ശരിയാണ്. ആ സമയത്ത് അവന് മറ്റൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മളത് ചെയ്തു. ഞാൻ വിചാരിച്ചത് ഞാനിവിടെ മരിക്കുമെന്നാണ്. പക്ഷേ നമ്മളത് പെട്രേച്ച് ഹാങ്ബോങ്, എനിക്കറിയാം മയോങ്, നമ്മളത് ചെയ്തു. പെട്രേച്ച് ഹാങ്ബോ. അപ്പോഴാണ് അവൻ ആ ബോധം വന്നത്. അവൻ നോക്കാൻ നേരത്ത് പെട്രേച്ച് മോയോങ് അവന്റെ നേരെ ഓടി വരികയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവൻ ആ എക്സ്പ്രഷൻ വെക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. എന്നാൽ അടുത്ത നിമിഷം ആ ഒരു ഡ്രാഗൺ സ്റ്റാർട്ടലിന്റെ അറ്റാക്ക് അവന്റെ നെഞ്ചിലേക്ക് തുളച്ച് കയറിയിരുന്നു. പിന്നെ കാണുന്നത് കുറച്ച് സെക്കൻഡ് മുമ്പത്തെ ആ ഒരു കാര്യമാണ്. ആ ഒരു ഡ്രാഗൺ സ്റ്റാർട്ടലിന്റെ തല നേരെ നിലത്ത് വന്ന് വീണിരുന്നു. നമ്മളത് ചെയ്തിരിക്കുന്നു. ഇനി ബാക്കിയുള്ള തലകളും കൂടെ ലൊക്കേറ്റ് ചെയ്താ. ആ സമയത്ത് ഒരു തുള്ളി രക്തം അവന്റെ മുതുകത്ത് വീണു. അല്ല, ഇതെവിടുന്നാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തിരിഞ്ഞ് നോക്കി. പക്ഷെ അവൻ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞത് ആ ഒരു ഡ്രാഗൺ സ്റ്റാർലിന്റെ ശരീരം നിലത്ത് വീണില്ലായിരുന്നു. അതിപ്പോഴും മുകളിൽ തന്നെ നിൽക്കുകയായിരുന്നു. അല്ല, ആ കാണുന്നത്. ആ സമയത്ത് അവരെല്ലാരും പേടിച്ച് വിറക്കാനും തുടങ്ങി. പെട്ടെന്നായിരുന്നു അവൻ പെട്രിയ ഛാങ്ബുവിന്റെ നേരെ ഓടി വന്നത്. അങ്ങനെയാണ് ആ ഒരു അറ്റാക്ക് അവന്റെ ശരീരത്തിലേക്ക് വന്ന് കയറിയതും. ഇതേ സമയത്ത് വാങ്ചുൽ പറയും ചെയ്യും, ഞാനിത് സ്വപ്നം കാണുകയാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഓരോ സമയത്തും നമ്മളെ വീണ്ടും ഞെട്ടിക്കുകയാണെന്ന് നമ്മുടെ ബേഗ്ജി പറയുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവരും അത്ഭുതത്തോടെയാണ് അത് നോക്കിക്കാണുന്നത്. കാര്യം ആ ഒരു ഡ്രാഗൺ സ്റ്റാറിൽ ചെയ്യുന്നൊരു അറ്റാക്ക് ഉണ്ടല്ലോ, അത് ഇയോൺ ചിയോൺ ഡയറക്ട്ലി അബ്സോർവ് ചെയ്യുകയായിരുന്നു. എനർജി ചാർജ് 500% ഈ സമയത്ത് ദേഷ്യമായിട്ട് അത് അലറാനായിട്ട് തുടങ്ങി. പക്ഷെ പെട്ടെന്നായിരുന്നു ഇയോൺ അവന്റെ കൈ കൊണ്ട് അതങ്ങോട്ട് മൂടി കെട്ടിയത്. അത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്ത് പറ്റി? നീ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്നു നോക്കുന്നതുകൊണ്ട് അവൻ വീണ്ടും അവന്റെ ടെലിക്കിനസിസ് യൂസ് ചെയ്ത് അതിന്റെ വാ മൂടിക്കെട്ടും.
പക്ഷെ ഇത്തവണ അതിന്റെ സ്ട്രെങ്ത് ശരിക്കും കൂടുതലായതുകൊണ്ട് അതിന്റെ പല്ലുകൊണ്ട് തന്നെ അതിന്റെ ശരീരം കീറാനും തുടങ്ങി. വേദന കൊണ്ട് അത് അലറാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇയോനാട്ടെ ഒരു സോഡ് നിര മുകളിലേക്ക് എടുത്തു. ടാർജറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നു. എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. 200% ഓഫ് എനർജി ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നു. ആ സമയത്ത് ഇയോൺ പറയും ചെയ്യും, കൊന്നു കളഞ്ഞേക്ക്. പിന്നെ കാണുന്നത് ആ ഒരു അറ്റാക്ക് ആ ഒരു ഡ്രാഗൺ സ്റ്റാളിന്റെ നേരെ ചെല്ലുന്നതാണ്. അടുത്ത സെക്കൻഡ് അതിന്റെ തല ചിന്ന ഭിന്നമായി പോയി. അതിന്റെ ശരീരഭാഗങ്ങൾ ചെതറി കഷ്ണങ്ങളായിട്ട് നിലത്തേക്ക് വീഴാനും തുടങ്ങി. അത് കണ്ടപ്പോൾ എല്ലാവരും ആർത്ത് ഉല്ലസിച്ചു. കാര്യം ഡീമൻ ലോർഡ് ഒറ്റയ്ക്ക് ഡ്രാഗൺ സ്റ്റാളിനെ തലേനെ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. റിമൈനിങ് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 210%, 195%. അല്ല, ഞാൻ വിചാരിച്ചത് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ ട്രൂ എനർജി പെട്ടെന്ന് തന്നെ കുറയുകയാണല്ലോ. ഡീമൻ ലോർഡെന്ന് വിളിച്ചുകൊണ്ട് മിൻഗ്യു അവന്റെ അടുത്തേക്ക് ഓടി വന്നു. അല്ല, പേടിക്കണ്ട, ഇതൊന്നും. പെട്ടെന്നാണ് ആ ഒരു ഫ്ലെയിം എനർജി വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് വന്നത്. അത് കണ്ടപ്പോൾ അവളും ഒന്ന് ഞെട്ടി. അല്ല, ഇതെന്താണ്? ഈ സമയത്ത് ഇയുവിന് മനസ്സിലായില്ല ഇതെന്താണ് വന്നതെന്ന്. പക്ഷെ പിന്നെയാണ് അവനത് ശ്രദ്ധിക്കുന്നത്. ആ ഒരു ഡ്രാഗൺ സ്റ്റട്ടിൽ വീണ്ടും ഇവനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അല്ല, ഇനി അങ്ങനെ മിൻഗ്യു പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ നോക്കിയപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് സ്റ്റക്കായി പോയി. കാര്യം അവരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിറ്ററലി ഒരു ദുസ്വപ്നമായിരുന്നു. ആ ഒരു ഡ്രാഗൺ സ്റ്റട്ടിലിന്റെ തല ഇല്ലാഞ്ഞിട്ട് പോലും അതൊരു അറ്റാക്ക് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിലുപരി അതിന്റെ തല അത് ലിറ്ററലി റീജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ട്രൂ എനർജിയും യൂസ് ചെയ്ത് കഴിഞ്ഞു. ഞാനോ റിലി താങ്ക്സ്, നീയില്ലായിരുന്നെങ്കിൽ അത് പെട്രേജ് ഹങ് പോന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് ആ ഒരു ശബ്ദം കേട്ട് അവൻ അവിടേക്ക് നോക്കുന്നത്. കണ്ടിട്ട് മുറുമലൻസും ഒരു തല ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നു. പക്ഷെ അതും റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നോർത്തേൺ സീ പാലസ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം അതിന്റെ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ പോലെ അതിന്റെ തലയും അതിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ 4 തലകളും അല്ല, ഒരു നിമിഷം 4 തലകൾ, ഒരെണ്ണം എന്തേ? അപ്പോഴാണ് ആ നിലത്തേക്ക് കൈവച്ച് സ്കാൻ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഈ സമയത്ത് അതൊരു അറ്റാക്കിനായിട്ട് പ്രിപ്പയർ ചെയ്തു. ഡീമലോഡ് സൂക്ഷിച്ച്! പെട്ടെന്നാണ് അവനത് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് നേരെ എടുത്ത് ചാടി ആ ഒരു ഡ്രാഗൺ സ്റ്റട്ടിൽ അവന്റെ നേരെ പോകാനും നോക്കി. ആ ഒരു വൈബ്രേഷൻ എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഇവനത് പിൻ പോയിന്റ് ചെയ്തത്. അതായത് ഡ്രാഗൺ സ്റ്റട്ടിലിന്റെ 4ാമത്തെ തലയുടെ ആ ഒരു ഹെഡ് ബീറ്റ്. എനിക്കത് മനസ്സിലായി. അത് അവിടെയാണല്ലേ ഉള്ളത്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഉള്ള വൈബ്രേഷൻ വരുന്നത് അവിടുന്ന് തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം അത് അതിന്റെ താഴെയാണ്, മറ്റെങ്ങോ അല്ലായിരുന്നു. അത് ദി ഐസ് പാലസിന്റെ കീഴിലായിരുന്നു. ഞാനോ ഇനി ട്രൂ എനർജി ബാക്കി എത്ര ശതമാനമുണ്ട്? 154. അത് കുറവാണ്. അതൊട്ടും തന്നെ പോരാ. ഈ ഒരു സ്ട്രെങ്ത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നില്ല. ഈ സമയത്താണ് ഇവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. 2 ഡ്രാഗൺ സർക്കിളിന്റെ തല ഇപ്പോഴും അതേപോലെ തന്നെ ബാക്കിയുണ്ട്. എനിക്കിനിയും പവർ ആവശ്യമുണ്ട്. എന്നെ വിടൂ, എനിക്കതിനെ കൊല്ലണം. പെട്രേജ് ഒന്ന് അടങ്ങി നിൽക്കി. പെട്രേജ് ഇതെങ്ങനെ? ഈ സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മുടെ നോർത്തേൺ സീ ഐസ് പാലസ് അവിടെ നിൽക്കുകയായിരുന്നു. കാര്യം അവന്റെ ഫ്രണ്ടാണെന്നുള്ള ആ ഒരു ഡ്രാഗനും റീജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഈ സാധനത്തിനെ? പെട്ടെന്നാണ് ഇയോന്റെ അറ്റാക്ക് വന്ന് അതിന്റെ 2ന്റെ മുഖത്തേക്ക് വന്ന് പതിച്ചത്. അത് 2 നേരെ ഇയോനെ ശ്രദ്ധിക്കുകയും ചെയ്യും. അവനാട്ടെ അതിനെ അങ്ങോട്ട് മോക്കും ചെയ്തു. അല്ല, അദ്ദേഹം എന്താണ് ഈ ചെയ്യുന്നത്? പെട്ടെന്നായിരുന്നു ആ ഒരു എനർജി ഗ്യാദർ ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഐസ് പാലസിനെ അറ്റാക്ക് ചെയ്ത ഒരു ഡ്രാഗനും മറു സൈഡിൽ നിന്ന് മുറുമൈലൻസിനെ അറ്റാക്ക് ചെയ്ത ഡ്രാഗനും അവൻ്റെ നേരെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് നാനോ പറയുകയും ചെയ്യും, ഇതൊട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല, എനർജി വളരെ കൂടുതലാണ്. കുഴപ്പമില്ല നാനോ, നമുക്ക് നോക്കാം. അവസാനമായിട്ട് നമ്മുടെ ഇയോൺ ചെയ്യാൻ അറ്റാക്ക് ചെയ്ത ആ ഒരു ഡ്രാഗനും അവനെ അറ്റാക്ക് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ 3 സൈഡിൽ നിന്നും അറ്റാക്ക്. ഇതൊട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, മാറുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ പിന്നെ കാണുന്നത് ഒരു മാസീവുള്ള എക്സ്പ്ലോഷനാണ്. കാര്യം 3 സൈഡിൽ നിന്ന് ആ ഒരു 3 ഡ്രാഗൺ സ്റ്റാർട്ടിലിന്റെ തലകളും ഒരുമിച്ച് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വരെ വളരെ ശക്തിയേറിയതായിരുന്നു. ഇതെന്തുമാത്രം പവർഫുൾ ആണ്. ഡിമോണിക്കളുടെ ലീഡർ അല്ലേ അത്? അവൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ സമയത്താണ് നാനോ പറയുന്നത് ടാർജറ്റ് അക്യൂർ ചെയ്തിരിക്കുന്നു. അടുത്ത സെക്കൻഡിൽ കാണുന്നത് 3 സൈഡിലേക്ക് അറ്റാക്കുകൾ ചെല്ലുന്നതാണ്. പെട്ടെന്നായിരുന്നു അതിന്റെ ഓരോ തലകളും ചിന്ന ഭിന്നമായി ചെതറി പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. കണ്ടുനിന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. ആ ഒരു തലയട്ടെ റീജനറേറ്റ് ചെയ്യുന്നതിന് പകരം ആ നിലത്തേക്ക് വന്ന് വീണു. ബാക്കിയുള്ളവർ പറയും ചെയ്യും, അല്ല ഇത് റീജനറേറ്റ് ചെയ്യുന്നില്ലല്ലോ, അതിനർത്ഥം. പക്ഷേ ഇതേ സമയത്ത് ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചത് ഇയോൺ ചിയോനാണ്. അത്രയും വലിയൊരു അറ്റാക്ക് ചെയ്തിട്ട് അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്.
അതിലുപരി ആ ഒരു ഡ്രാഗൺ സ്റ്റഡിനെ 3 തല അവൻ ഒരുമിച്ച് തന്നെ. ഇത് വിശ്വസിക്കാൻ. ഈ സമയത്ത് ഇയോന്റെ ശരീരത്തിലേക്ക് അബ്നോർമലായ രീതിയിൽ ആ ഒരു എനർജിയൊക്കെ ചെല്ലുന്നുണ്ട്. ഡീമൻ ലോർഡ്, താങ്കൾ ശരിക്കും എടാ, പക്ഷെ അദ്ദേഹത്തിനെ കണ്ടിട്ട് അത്ര നല്ലൊരു അവസ്ഥയിൽ. ഈ സമയത്ത് തന്നെ എനർജിയുടെ ചാർജ് 1200% ഉയർന്നിരിക്കുന്നു. യൂസർ ലിമിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ശരിക്കും ഡേഞ്ചറാണ്. ഞാനോ ഒന്ന് പിടിച്ചു നിൽക്കി. ആ ഒരു എനർജി ശരിക്കും സ്ട്രോങ് ആണല്ലോ, ഇതുവരെ യൂസ് ചെയ്ത പോലെയല്ല. ഹിയബോങ്, ഡ്രാഗൺ സ്റ്റഡിലെ ഫയറും ഹീറ്റിനും മുമ്പ് വീക്കാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൾട്ട് മെമ്പേഴ്സിനെ നീ വേണം നോക്കാൻ. അല്ല, ഞാനോ? താങ്കൾ എന്താണ് ഈ പറയുന്നത്? എന്ത് സംഭവിക്കാനാണ്? എനിക്ക് നിന്നെ വിശ്വാസമാണ്. ആ ഒരു വാക്കുകൾ അവന് എവിടുന്നോ ഇല്ലാത്ത ഒരു ധൈര്യം കൊടുത്തു. ഞാനത് നോക്കിക്കോളാം സാർ. ഈ സമയത്ത് തന്നെ ഇയോൻ പറയും ചെയ്യും. വാക്യം ഇനിയപ്പോ പിന്നെ കാണുന്നത് 100 സോട്സ് നേരെ മുകളിലേക്ക് ഉയരുന്നതാണ്. അതെല്ലാം തന്നെ ഇയോന്റെ ചുറ്റിനും വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഇയോൻ ചെയ്യാൻ ലിറ്ററലി ആ ഒരു പേര് പോലെ തന്നെ ഒരു ഡീമൻ ലോഡായിട്ട് മാറി. ആ കാണുന്നത് ഒരു മനുഷ്യനെ അല്ലായിരുന്നു. നീയായിട്ട് തന്നതല്ലേ, നീയായിട്ട് തന്നെ തിരിച്ചെടുത്തോ? അല്ല, അത് ശരിക്കും ഡിമോണിക്കൽ ലീഡർ തന്നെയാണ്. ഇത് ട്രൂ എനർജി. അത് ശരിക്കും അതെന്താണ് ചെയ്യാൻ നോക്കുന്നത്? നമ്മളെല്ലാരും അദ്ദേഹം കൊല്ലാൻ നോക്കുകയാണോ? താങ്കൾ മറന്നുപോയോ? ഡ്രാഗൺ സ്റ്റഡിന് 4 തലയുണ്ട്. ഏ, അപ്പോ അതിനർത്ഥം പിന്നെ കാണുന്നത് ഇയോൺസിന്റെ ചുറ്റിനുള്ള ആ ഓരോ സോളിലേക്കും ആ ഒരു ഫയർ എനർജി അങ്ങോട്ട് ചെയ്യുന്നതാണ്. ഞാനും എൻ്റെ ആ ഒരു ഇന്റർഫേസ് പതുക്കെ ഗ്ലിച്ച് ആകാനായിട്ട് തുടങ്ങി. മൾട്ടി ലോക്കിംഗ് ഓൺ ആയിരിക്കുന്നു. പിന്നെ കാണുന്നത് ആ ഓരോ സോഴ്സിന്റെ അറ്റത്തേക്ക് ആ ഒരു ഫയർ എനർജി ഗ്യാദർ ചെയ്യുന്നതാണ്. ഞാനോ അടുത്ത സെക്കൻഡ് തന്നെ അതെല്ലാം മഴ പോലെ നേരെ നിലത്തേക്ക് പാഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങി. എന്നാൽ ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും ഞെട്ടിത്തെറിച്ചു നിന്നു. അല്ല, ഐസ്, നമ്മുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഐസ് പാലസ്. അല്ല, അത് ഹെവൻലി ഫ്ലാഷ് ആണോ? ആ സമയത്ത് അവൻ പറയും, അല്ല, അത് ഹെവൻലി ഫ്ലാഷ് അല്ല. അന്ന് കണ്ടത് വെച്ച് നോക്കാൻ നിർത്ത്. ഇത് മറ്റൊരു തരത്തിൽ തന്നെയാണ്. യൂസറിന്റെ എനർജി 335% ബാക്കിയുള്ളു. പോരാ, അത് പോരാ. ഇനിയും എനിക്ക് ട്രൂ എനർജി. ഈ സമയത്ത് ഇയോന് തന്നെ അവന്റെ ബോധം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിരുന്നു. അത് മാത്രമല്ല, അവന്റെ കാഴ്ചയിൽ ചെറുതായിട്ട് അതൊക്കെ അഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അവന്റെ ബോധം പോകുന്നൊരു വക്കത്തെത്തിയപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു സ്ഥലത്ത് ഒരു മാസീവുള്ള എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് ഒരു റെഡ് കളറില ഒരു പുതിയ ലൈറ്റിംഗ് നേരെ മുകളിലേക്ക് ഉയർന്നത്. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. കാര്യം അവിടെ ഉണ്ടാകുന്ന എല്ലാവരുടെ ശരീരത്തിലേക്ക് അത് ചെന്ന് അത് കൊല്ലുന്നുണ്ട്. എല്ലാവരും ആ ക്രാക്സിന്റെ മുന്നിൽ നിന്ന് മാറാനായിട്ട് നോക്ക്. ഈ സമയത്ത് നമ്മുടെ ഡിമോണിക്കളുടെ ആൾക്കാരെ എല്ലാവരും നമ്മുടെ ഹിയോബോങ് പ്രൊട്ടക്ട് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ കേട്ടത് ഒരു അലർച്ചയല്ലേ? അതിനർത്ഥം അതിപ്പോഴും വേദനയിലാണെന്നാണ്. ചുരുക്കം പറഞ്ഞ ഡീമൻ ലോർഡ്, താങ്കളുടെ അറ്റാക്ക് വർക്ക് ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് ഇയോന്റെ അറ്റാക്ക് ആ ഒരു കോർ തേടി അകത്തേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. അവനൊട്ടും തന്നെ ഹോൾഡ് ബാക്കും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ നാനോന്റെ ഇന്റർഫേസ് വീണ്ടും ഗ്ലിച്ചാകാൻ തുടങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ഇയോൻ വീണ്ടും അവന്റെ കൈയൊന്ന് മുകളിലേക്ക് ഉയർത്തി അവിടെ ബാക്കി റിമൈനിങ് ആയിരുന്ന എല്ലാ സോഴ്സും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു മാസീവുള്ള അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയി. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന റിമൈനിങ് ഉള്ള എല്ലാ എനർജിയും കൂടെ അവിടെ ഗ്യാദർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതേ സമയത്ത് ഇയോന്റെ നേരെ ആ ഒരു റെഡ് ലൈറ്റ്നിങ് വരുന്നുണ്ടെങ്കിലും ചൊത്തോലെ എന്നും പറഞ്ഞിട്ട് അവൻ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അതിനെ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു അറ്റാക്ക് നിലത്ത് വന്ന് പതിച്ചു. അതിന്റെ ഗാഢത അതിഗംഭീരമായിരുന്നു. ആ സ്ഥലത്ത് ഒരു വലിയൊരു സ്ഫോടനം ഉണ്ടായതുപോലെയായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം അതെല്ലാം പ്യൂർ സൈലന്റ് ആയി മാറി. ഇയോൺ ചെയ്ത അറ്റാക്ക് എല്ലാം തന്നെ അവനോട് സ്റ്റോപ്പ് ചെയ്തു. അവൻ നോക്കാൻ നേരത്ത് എല്ലാം നിശബ്ദമായി മാറി. ചുരുക്കം പറഞ്ഞാൽ ഇയോൺ അത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാരും തന്നെ ആർത്ത് വിളിക്കുകയും ചെയ്യും. ഫൈനലി അതിനെ കൊന്നിരിക്കുന്നു. അതിനെ കൊന്നോ? ശരിക്കും ഡീമൻ ലോർഡ്. ഈ സമയത്ത് തന്നെ അവരെല്ലാരും നല്ല സന്തോഷത്തിലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ ട്രൂ എനർജി അതിനെ മുമ്പ് തന്നെ തീർന്നു പോകുമെന്ന്. ഞാനോ വെൽഡൺ, നീയില്ലായിരുന്നെങ്കിൽ എനിക്കത്. പക്ഷേ പെട്ടെന്നാണ് അവനത് ശ്രദ്ധിക്കുന്നത്. ഞാനോ അവന് മറുപടി നൽകുന്നില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവന്റെ മൂക്കിൽ നിന്ന് വായിൽ നിന്നൊക്കെ ചോര പുറത്തേക്ക് വന്നത്. അവന്റെ ശരീരം അട്ടിമുടി വേദനിക്കാൻ തുടങ്ങി. അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് അവൻ നേരെ നിലത്തേക്ക് വീണ് അവിടെ വന്ന് പതിക്കുകയും ചെയ്യും. ഡീമൻ ലോർഡ്, താങ്കൾ ഓക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ നേരെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ലൈറ്റ്നിങ് അറ്റാക്ക് വരികയും അവർ രണ്ടുപേരും നേരെ ബാക്കിലേക്ക് ചാടി. അല്ല, അതെന്താണ്? അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് ഇയോൺ അതീവമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്റെ എബിലിറ്റി സർപ്പാസ് ചെയ്തതിന്റെ ആഫ്റ്റർ ആണെന്ന് തോന്നുന്നത്.
അല്ല ഹെഡ് ഗാർഡിയൻ ഡീമൻ ലോഡിനെ എനിക്ക് തോന്നുന്നു നേരത്തെ അദ്ദേഹം ഗ്യാദർ ചെയ്ത ആ ഒരു അറ്റാക്കിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും എന്നാണ്. ശരിയാണ്, അദ്ദേഹം നോർമൽ ചെയ്ത ആ ഒരു ഹെവൻലി ഫ്ലാഷ് പോലെ അല്ലായിരുന്നു. ഇത്തവണ ഒരു മിത്തിക്കൽ ക്രീച്ചറിന്റെ പവർ അദ്ദേഹം ഡയറക്ട്ലി. അല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ അതിന്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു ലൈറ്റ്നിങ് ക്യൂയെ വലിച്ചെടുക്കാം. ആരും ആരും അടുത്തേക്ക് വരണ്ട. ഈ സമയത്താണ് അവനത് ശ്രദ്ധിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ആ ഒരു ഡ്രാഗൺ സ്റ്ററിന്റെ ശരീരത്തിന്റെ അടുത്തേക്ക് പോകുകയായിരുന്നു. പെട്ടെന്ന് ഉള്ള ശക്തിയെല്ലാം പിടിച്ചുകൊണ്ട് അവൻ നേരെ അവിടെ ഇരുന്നുകൊണ്ട് അവന്റെ ക്യൂയെ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നെ എന്നെ ഒന്ന് കാണിച്ച് ഞാൻ എൻ്റെ ക്യൂയെ ഒന്ന് സർക്കുലേറ്റ് ചെയ്യട്ടെ. ഈ സമയത്ത് ഇതെല്ലാം കാണുന്ന ബാക്കിയുള്ളവർ പറയും ചെയ്യും, അല്ല അവിടെ എന്തോ പ്രശ്നമില്ലേ? ആണ്, അവൻ എന്തോ കുഴപ്പമുണ്ട്. അല്ല, അവൻ ശരിക്കും വീക്കറായി മാറിയിരിക്കുന്നു. ഡീമിലോട്ട് അത് ശരിക്കും ഡേഞ്ചറസ് ആണ്. ബാക്കിയുള്ളവർ താങ്കൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 ട്രൂപ്സ് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഇപ്പൊ ഡീമിലോട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷേ ഹെഡ് ഗാർഡിയൻ അദ്ദേഹത്തിന്റെ ഓർഡേഴ്സ് ആബ്സലൂട്ട് ആണ്, നമ്മളത് അനുസരിച്ചേ പറ്റൂ. ഇതേ സമയത്ത് മുയോങ് പട്രിയാച്ചി അവന്റെ സോഡ് പുറത്തേക്കെടുത്തു. പക്ഷേ ഓർത്തഡോക്സ് മുറി മലയാൻസും നോർത്ത് എൻ സി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അവരൊരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കത് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ അവരെല്ലാവരും ജിങ്ഹോയിലെ ആൾക്കാരാണ്. അവരുടെ കൺമുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഒരു മിത്തിക്കൽ ക്രീച്ചറിന്റെ ബ്ലഡും കോറുമാണ്. അതുകൊണ്ട് അവരെന്തായാലും ഇവിടേക്ക് വരാൻ പോകുന്നില്ല. അവരുടെ പ്രയോറിറ്റി മറ്റൊന്ന് തന്നെ ആയിരിക്കും. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.